തിരുവനന്തപുരം CBI കോടതിയിൽ സമർപ്പിച്ച FIR-ൽ സലീം രാജ് 21-ാം പ്രതിയാണ്. വിജിലൻസിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച ശേഷം തയ്യാറാക്കിയ പ്രതിപട്ടികയിൽ സലീം രാജിന്റെ ഭാര്യയും ലാൻഡ് റവന്യൂ കമ്മീഷണർ ഓഫീസിലെ ഉദ്യോഗസ്ഥയുമായിരുന്ന ഷംഷാദ് 22-ാം പ്രതിയാണ്. റവന്യൂ ഉദ്യോഗസ്ഥയായ ഷംഷാദ് തന്റെ പദവിയുടെ സ്വാധീനം ഉപയോഗിച്ച് ഭൂമി തട്ടിപ്പിന് കൂട്ടുനിന്നുവെന്ന് CBI FIR-ൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ എന്ന പദവി സലീം രാജ് ദുരുപയോഗം ചെയ്തു. സലീം രാജിന്റെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകളിൽ നടപടി സ്വീകരിക്കാതിരിക്കാൻ കാരണമായി. തന്റെ പദവി ഉപയോഗിച്ചാണ് സലീം രാജ് റവന്യൂ ഉദ്യോഗസ്ഥരുമായി ഗൂഢാലോചന നടത്തിയത്. മൊത്തം 27 പ്രതികളുള്ള കേസിൽ 5 റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 24, 26, 27 പ്രതികൾ വിവിധ കാലയളവിൽ കടകംപള്ളിയിലെ വില്ലേജ് ഓഫീസർമാരായിരുന്നു. 25-ാം പ്രതി ഉളിയാറത്തുഴ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറായിരുന്ന ആളാണ്. റവന്യൂ ഉദ്യോഗസ്ഥർ റവന്യൂ രേഖകൾ വ്യാജമായി നിർമ്മിച്ചു, റവന്യൂ രേഖകളിൽ തിരുത്തൽ വരുത്തി എന്നീ ആരോപണങ്ങൾ FIR-ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ തട്ടിപ്പിന് കൂട്ടുനിന്നതായി ഹൈക്കോടതി വിധിയിൽ പരാമർശമുള്ള അഡീഷണൽ തഹസീൽദാർ ഹരിഹരൻപിള്ള FIR-ലെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. കേസിൽ സലീം രാജിന്റെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടെന്ന CBI-യുടെ കണ്ടെത്തൽ കേസിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ശക്തിപ്പെടുത്താൻ പ്രതിപക്ഷം വരും ദിവസങ്ങളിൽ കേസ് ഉയർത്തിക്കൊണ്ടുവരും. മീഡിയ 1 തിരുവനന്തപുരം.